round and round, round and round. Wheels on the bus go round and round, all through the town. ഞങ്ങൾക്ക് വളരെ ഗിഫ്റ്റഡ് ആണ് എല്ലാ പേരൻസിനെയും പോലെ തന്നെ ലെവി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി. ഞങ്ങൾ ഭയങ്കര സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പേരൊന്നുമല്ല, പക്ഷേ ലെവി എന്നത് വേദപുസ്തകത്തിൽ നിന്നുള്ള പേരാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ലേവി എന്നത് ഞങ്ങൾ ലെവി എന്നാക്കി. യുണൈറ്റഡ്, ജോയിന്റ് ഇൻ ഹാർമണി, ബന്ധങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നവൻ എന്നൊരു അർത്ഥം കൂടി ഈ പേരിനുണ്ട്. മുമ്പോട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിതം തുടങ്ങി അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ദൈവം തന്നെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതാണ് ലെവിയെ. അവൻ്റെ പേര് പ്രത്യേകതയുണ്ട്. എല്ലാവരും ചേർക്കുന്ന പോലെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയല്ല ഞങ്ങൾ ചേർത്ത് വെച്ചേക്കുന്നത്. അവൻ ആരെയാണോ യുണൈറ്റഡ് ആയിട്ടുള്ള ചേർത്ത് പിടിക്കേണ്ടത് അവരെ തന്നെയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. അവൻ്റെ പപ്പായും മമ്മിയും തന്നെ അവൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവൻ സ്പെഷ്യൽ ആയതുപോലെ തന്നെ അവൻ്റെ പേരും സ്പെഷ്യലാണ്, അവൻ്റെ ലൈഫും സ്പെഷ്യലാണോ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. No time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all we'll have each other, driving steady as we go. നിത്യജീവന്റെയും പ്രത്യാശകൾ മാമോദിസ മുഴുകപ്പെടുന്നു. ഡ്യൂ ഡേറ്റ് എന്നത് April 1 ശരിക്കും April ഫൂളിന് ജനിക്കേണ്ടുന്ന ഒരാളാണ്. പക്ഷെ പറഞ്ഞതിലും 14 ദിവസം മുന്നേ ദൈവം ഞങ്ങൾക്ക് ഇവനെ ദാനമായി നൽകി. March 18, 2026 ലെവി ഞങ്ങളുടെ പുത്രനായി പറഞ്ഞു.